വാട്സപ്പിൽ ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്നുള്ള ഒരു ഫീച്ചർ ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ സാധാരണ വാട്സപ്പ് മെസ്സേജസ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോവില്ല. എന്നാൽ ഡിസപ്പിയറിംഗ് മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ടൈം കഴിയുമ്പോൾ ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡിസപ്പിയറിംഗ് മെസ്സേജിനെ പറ്റിയിട്ടാണ്. എങ്ങനെ വാട്സപ്പിൽ ഡിസപ്പിയറിംഗ് മെസ്സേജ് അയക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏത് കോൺടാക്റ്റിലോട്ടാണോ നമുക്ക് മെസ്സേജ് അയക്കേണ്ടത് ആ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുക. ഞാൻ എക്സാമ്പിളിന് ഈ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ മുകളിൽ 3 ഡോട്ട് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഡിസപ്പിയറിംഗ് മെസ്സേജസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ മെസ്സേജ് ടൈമർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. സംഭവം എന്താണെന്ന് വെച്ചാൽ എത്ര ടൈം കഴിഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് ഡിലീറ്റ് ആവേണ്ടത് എന്നുള്ളതാണ്. ഇപ്പം 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് ഡിലീറ്റ് ആവേണ്ടത് എന്നുണ്ടെങ്കിൽ 24 hours കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 7 ദിവസമുണ്ട്, 90 ഡേയ്സും ഉണ്ട്. ഓഫ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ് ഡിലീറ്റ് ആവില്ല. ഒരു എക്സാമ്പിളിന് ഞാൻ 24 hours കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ബാക്ക് അടിക്കുകയാണ്. ബാക്ക് അടിച്ചാൽ ഇവിടെ താഴെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും, ഡിസപ്പിയറിംഗ് മെസ്സേജ് ഓൺ ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഫൈൽ ഫോട്ടോയുടെ ആ ഭാഗത്ത് നിങ്ങൾക്ക് വേറൊരു ചിഹ്നവും കാണാൻ പറ്റും, ഡിസപ്പിയറിംഗ് മെസ്സേജിൻ്റെ ചിഹ്നമാണ്. ഇനി മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെസ്സേജ് 24 മണിക്കൂർ കഴിഞ്ഞാൽ ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ. ഇപ്പോൾ നമ്മൾ വാട്സപ്പിൻ്റെ ഫസ്റ്റ് പേജിൽ വന്ന് നോക്കിയാലും ഈ ഒരു ഡിസപ്പിയറിംഗ് മെസ്സേജിൻ്റെ ചിഹ്നം ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി ഇത് എങ്ങനെയാണ് ഓഫ് ചെയ്യുക എന്ന് വെച്ചാൽ വീണ്ടും ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡിസപ്പിയറിംഗ് മെസ്സേജസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ 24 മണിക്കൂർ എന്നുള്ളത് മാറ്റിയിട്ട് ഓഫാക്കി സെറ്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോർമൽ ഇതിലോട്ട് മാറുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും യു ടേൺഡ് ഓഫ് ഡിസപ്പിയറിംഗ് മെസ്സേജസ്. അപ്പം ഇങ്ങനെ നമുക്ക് വാട്സപ്പിൽ ഡിസപ്പിയറിംഗ് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.